കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആഗോള ഭൗമദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാറും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. അനിയന്ത്രിതമായ ഭൂവിനിയോഗം മാനവരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ പ്രകൃതി വിഭവങ്ങൾ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്ന് ആഗോള ഭൗമദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ വെച്ച് നടത്തിയ സെമിനാർ അഭിപ്രായപ്പെട്ടു. വിഭവങ്ങൾ കരുതലോടെ വിനിയോഗിക്കണമെന്നതിന് രാഷ്ട്രപിതാവ് ഗാന്ധിജി കാണിച്ചു തന്ന മാതൃക പിന്തുടരാൻ കുട്ടികളെ പ്രാപ്തരാക്കണം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്ന ഈ വർഷത്തെ പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ സെമിനാർ അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഏതൊരു കാര്യത്തിനും ഏതൊരു പദ്ധതിക്കും നമുക്കൊരു ബി പ്ലാൻ ഉണ്ടായിരിക്കും. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ ഭൂമി എന്ന ഒരു ഗ്രഹമല്ലാതെ നമുക്കൊരു ബി പ്ലാനറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ സംരക്ഷണം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ ശ്രദ്ധ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനാണ് ഇക്കൊല്ലം നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് ഭൂമി എന്ന് പറയുന്ന ഈ പ്ലാനറ്റിനെ, ഈ ഗ്രഹത്തെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളത്. അത് നമ്മുടെ കേവലമായ ഉത്തരവാദിത്തം മാത്രമല്ല, അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമാണ്. സ്കൂളിൽ പഠിച്ച ഭൂമിക്കൊരു ചരമഗീതം എന്ന ആ പദ്യശകലങ്ങളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ വിഷയാവതരണം നടത്തി. വായനശാല പ്രസിഡന്റ് KV നാരായണൻ അധ്യക്ഷനായി. ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി PV മോഹനൻ, P പത്മാവതി, പാരാലീഗൽ വളണ്ടിയർമാരായ C ബിന്ദു, KV ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. PV ജയരാജ് സ്വാഗതവും AK സുജാത നന്ദിയും പറഞ്ഞു. തുടർന്ന് അമ്പലത്തറ സ്നേഹവീട്ടിലെ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർ അവതരിപ്പിച്ച ചാമ്പക്ക എന്ന ലഘുനാടകവും അരങ്ങേറി. ഈ മുനിസിപ്പാലിറ്റിക്കുമാരിന് ആകെ കിട്ടുന്നത് ഞായറാഴ്ചയാണ്. ബാബുക്കാരുടെ ആദ്യം കിട്ടുന്നത് ഞായറാഴ്ചയാണ്. കുറച്ച് ഫ്രണ്ടിനോടും 4 ഗ്രൂപ്പിലും കയറി 2 വർത്തമാനം പറയാൻ കിട്ടുന്ന സമയം. അപ്പോഴേക്കും കാണാൻ തുടങ്ങും ഈ പാട്ട റേഡിയോ. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായിട്ടോ നിങ്ങൾക്ക്? ഇത് ചെവിയിൽ തിരുക, എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് പാട്ടോ പറച്ചിലോ കേൾക്കുക. അതായത് നിങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങൾ കേട്ടാൽ മതി. ഈ വാർഷികം മറ്റുള്ള റെസിഡൻസുകാർക്ക് അസൂയ ഉണ്ടാക്കണം, ഒപ്പം മാതൃകയാവണം. നേതൃസ്ഥാനത്ത് നിന്ന് ഞങ്ങളെ നയിക്കാം. മഞ്ജു ഉള്ളപ്പോ മറ്റുള്ളവർ അസൂയ മാത്രല്ല, കൂശുമ്പോ കുത്തലും വേണമെങ്കിൽ നമ്മുടെ ഒത്തൊരുമയെ തകർക്കാൻ കൂടത്രം വരെ ചെയ്യും മറ്റുള്ളവരെ. പ്രേമിക്കലും നാടുവിടലും ഇപ്പോഴത്തെ കാലത്ത് ഒരു പുതുമയൊന്നുമല്ല. പക്ഷെങ്കിലേ 16 വയസ്സുള്ള കുട്ടിയാന്ന് പറയുമ്പോ ഹലോ, അതെ, ന്യൂസ് ബ്യൂറോ പെരിയ.